ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് 3 ഏലയ്ക്ക, കുറച്ച് ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, ഒരു ചെറിയൊരു കഷ്ണം, ഒരു 10-15 വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ഞാൻ ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്. ചെറിയ 3 മുളകാണ്, നല്ല എരിയുള്ള മുളകാണ്. അപ്പം ഈ എരിയുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഞാനൊരു 3 മുളക് എടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് ഞാൻ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 250 ചിക്കനാണിത്. അതിനകത്തിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ്, 2 കിഴങ്ങിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. അതിനകത്തേക്ക് ഇനി നമുക്ക് ഒരു ഗ്ലാസ് 1-ാം പാലിലല്ല 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് പറ്റി വരണം. നമുക്കിതിനകത്തിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് വേകട്ടെ. അങ്ങനെ നമുക്ക് കുറച്ച് ഒരു 10 കാഷ്യൂനട്ട് എടുത്തതാണ്. ഇത് നല്ലതുപോലെ അരച്ച് ഒഴിച്ചതാണ്. ഇതിനകത്തിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ. 1-ാം പാലാണ്. ഇന്ന് ചൂടായാൽ മതി. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നിത് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടാണ്. കണ്ടോ, നല്ല കുറിയ ചാറാണ്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ചപ്പാത്തിയുടെ കൂടെ